കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും വേണ്ടി അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കും. എന്താണ് ആ മലക്കിന്റെ പേര്? റൗമാൻ എന്ന മലക്കാണ്. ഒരു മനുഷ്യനെ ഖബറിന്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ഖബറിലേക്ക് ഉടനെ തന്നെ വരുന്നത് റൗമാൻ എന്ന മലക്കാണ്. ആ മലക്ക് ഖബറിന്റെ ഉള്ളിൽ വരും. വന്നിട്ട് ഈ മനുഷ്യനെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തും. അവന്റെ നെഞ്ചു മുതൽക്ക് ഇങ്ങോട്ടൊന്ന് തടകി അവന്റെ ജീവൻ തിരിച്ചു കൊടുക്കും. ഇദാ തവല്ലന്നാസു മിൻ ബഅദി ദഫൻ റുദ്ദത് ഇലൈഹി റൂഹു ഇലൽ ബദൻ. അവന്റെ റൂഹ് അവനിലേക്ക് തന്നെ മടക്കപ്പെടും. പക്ഷേ ഇപ്പോൾ അവന് കിട്ടിയിരിക്കുന്ന ജീവൻ കൊണ്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, മറുപടി പറയാൻ കഴിയുന്നില്ല, ഇളകാനും മറിയാനും തിരിയാനും കഴിയുന്നില്ല, എഴുന്നേൽക്കാനും കഴിയുന്നില്ല. എല്ലാം കാണാനും കേൾക്കാനും അവന് സാധിക്കുന്നു. ആ രൂപത്തിലുള്ള ഒരു ജീവനാണ് അവന് കിട്ടിയിരിക്കുന്നത്. അവനോടതാ ആ റൗമാൻ എന്ന മലക്ക് പറയുന്നു, എടാ മനുഷ്യ, നീ ദുനിയാവിൽ ജീവിച്ചപ്പോൾ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ, നല്ലതാവട്ടെ ചീത്തയാവട്ടെ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന സർവസവും ഒന്നും വിട്ടുപോകാതെ അത് മുഴുവനും നീ എഴുതി വെക്കണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നു, ഞാൻ എങ്ങനെ എഴുതും? എന്റെ കയ്യിൽ ഖിർത്താസ് ഇല്ലല്ലോ, കടലാസ് ഇല്ലല്ലോ. ആ മലക്ക് റൗമാൻ പറയുന്നു, കഫനുക ഖിർത്താസുക, നിന്റെ ഈ കഫംപുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തോളൂ. അങ്ങനെ മയ്യത്തിന്റെ കഫംപുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കും. ഇത് മതിയടാ, ഖിർത്താസ് കടലാസായിട്ട് അത് മതി, അതിലെഴുതിക്കോ. മയ്യത്ത് പറയും, എന്റെ അടുക്കൽ മഷിയില്ല. നിന്റെ തുപ്പുനീര് ഉമനീരാണ് നിന്റെ മഷി, ആ ഉമനീര് കൊണ്ട് എഴുതിക്കോ. മയ്യത്ത് പറയും, ഖബറിലുള്ള മനുഷ്യൻ പറയും, എന്റെ അടുക്കൽ പേനയില്ല. ഇസ്ബഉക ഖലമുക, നിന്റെ കയ്യിന്റെ വിരല് നിന്റെ പേനയാണ്. അങ്ങനെ കഫംപുടയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് അവന്റെ കൈവിരൽ കൊണ്ട് നാവിൻ തുമ്പത്ത് തട്ടിച്ചുകൊണ്ട് ഉമനീരെടുത്ത് അവനങ്ങ് എഴുതും. എന്താ എഴുതുക? 60 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ 75 കൊല്ലമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലം ദുനിയാവിൽ ജീവിച്ചോ അത്രയും കാലം എന്തെല്ലാം അവൻ പറഞ്ഞുകൂട്ടി എന്നവൻ അറിയുമോ? എന്തെല്ലാം അവൻ ചെയ്തു കൂട്ടി എന്നവൻ അറിയുമോ? അവനിൽ നിന്ന് എന്തെല്ലാം നല്ലതും ചീത്തയും സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റുമോ? ഒരു ദിവസം, ഒരു മണിക്കൂറിനുള്ളിൽ, ഒരു മിനിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടോ എന്ന് അവന് പറയാൻ അറിയുന്നത് പോലെ ജീവിതം മുഴുവനും അവൻ ചെയ്തു കൂട്ടിയതെല്ലാം പറയാൻ ആ നിമിഷം അവന് കഴിയും. നബിയുനാ റസൂലുള്ളാഹി ഇത്രയും കാലം ജീവിച്ചിട്ട്, ദുനിയാവിൽ ജീവിച്ചിട്ട് എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം അവനിൽ നിന്ന് വന്നു, അത് നല്ലതെത്ര ചീത്ത എത്ര, അത് മുഴുവനും ഒരു നിമിഷം സംഭവിച്ചതുപോലെ ഒന്നും വിട്ടുപോകാതെ മുഴുവനും ആ കടലാസിൽ എഴുതും, ആ കഫംപുടയുടെ കഷ്ണത്തിൽ എഴുതും. എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അത് ചുരുട്ടിയിട്ട് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുകയാണ്, അത് ചുരുട്ടിയിട്ട് അവന്റെ കഴുത്തിലങ്ങ് കെട്ടിക്കൊടുക്കും. ഈ സംഭവം വിവരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, സുമ്മ ഖറഅ വകുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി. അല്ലാഹു പരിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലു ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി, പെരടിയിൽ കെട്ടിക്കൊടുക്കും. സർവ്വ കാര്യങ്ങളും, ഒരു മനുഷ്യൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും എഴുതിയിട്ട് അവന്റെ പെരടിയിൽ കെട്ടിക്കൊടുക്കും. അവന്റെ അമലുകൾ മുഴുവനും, നല്ലതും ചീത്തയും മുഴുവനും എഴുതും. എഴുതിയിട്ട് അവന്റെ പെരടിയിൽ കഴുത്തിൽ കെട്ടിക്കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തില് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വഹാബത്തെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ആയത്ത് ഈ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്.
വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി, ശേഷം ഖിയാമത്ത് നാളിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് ഖബറിൽ സംഭവിക്കുന്ന വിഷയത്തെ കുറിച്ച് തന്നെയാണ്. ഇതാണ് ഖബറിൽ ഏറ്റവും ഭയാനകമായി മനുഷ്യൻ നേരിടാനുള്ള മറ്റൊരു വിഷയം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, മാ അവ്വലു മാ യുൽഖിൽ മയ്യിത്തു ഇദാ ദഖല ഖബറഹു, ഒരു മയ്യിത്ത് അവന്റെ ഖബറിൽ കടന്നാൽ, ഖബറിലേക്ക് ഒരു മയ്യിത്ത് എത്തിയാൽ അവൻ കണ്ടുമുട്ടുന്ന ആദ്യത്തെ സംഗതി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി പറയുന്നു, ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ്, മാ സഅലനി അൻഹു അഹദുൻ ഇല്ലാ അൻത, നീയല്ലാത്ത ഒരു മനുഷ്യനും ഇതുവരെ ആ കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു മനുഷ്യനും എന്നോട് അത് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ വിവരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ചോദിക്കട്ടെ, അപ്പോഴാണല്ലോ ആ വിഷയം നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാവുക. അത് വിചാരിച്ച് ഞാൻ വെച്ചതാണ്. ഞാൻ പറഞ്ഞു തരാം. യുനാദി ഫഅവ്വലു മാ യുനാദിഹി മലക്കുൻ ഇസ്മുഹു റൗമാൻ, ആദ്യമായി അവൻ നേരിടുന്നത് ഒരു മലക്ക് വരും. റൗമാൻ എന്ന മലക്ക് വരും. ആ മലക്ക് വന്നിട്ട് ഈ പണികളെല്ലാം ചെയ്തു കൂട്ടും. എന്നിട്ട് കഴുത്തിൽ കെട്ടിക്കൊടുക്കും. ആ മലക്കങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള പണി എന്താണ്? മുൻകർ നക്കീർ വരികയാണോ? അല്ല, പിന്നീടുള്ള പണി ഫഇദൻ സറഫൂ, പിരിഞ്ഞു പോയാൽ പിന്നെ അതാ വരുന്നു. ഖബറിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഖബർ നമ്മോട് ചോദിക്കും, എന്താ മനുഷ്യ നിന്റെ അവസ്ഥ? നീ എവിടുന്ന് വരിക? എങ്ങോട്ടാ വന്നത്? അറിയുമോ നിനക്ക്? എന്നെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? എന്നെ കുറിച്ച് നിനക്കറിയുമോ? ഞാൻ ആരാണെന്ന് അറിയുമോ? വല്ലപ്പോഴും എന്നെ കുറിച്ച് നിനക്ക് വല്ല ബോധവും ഉണ്ടായിട്ടുണ്ടോ? എന്താ ഇപ്പോ നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമായ രൂപത്തിൽ, പേടിപ്പെടുത്തുന്ന രൂപത്തിൽ, ഗൗരവമായ രൂപത്തിൽ ആ ഖബർ ഒരു 10 ചോദ്യം അങ്ങ് ചോദിക്കും. ഒന്ന് പിടിച്ചു കുലുക്കും. മയമായ ഒരു വിഷയം ഖബറിലില്ല കേട്ടോ. ആനന്ദത്തിന്റെ ഒരു വിഷയം ഖബറിലില്ല. സന്തോഷത്തിന്റെ ഒരു വിഷയം ഖബറിലില്ല. എല്ലാം ഗൗരവം നിറഞ്ഞതാണ്. മലക്കുകളുടെ പ്രകൃതിയും അവരുടെ സംസാരങ്ങളും അവരുടെ ചുറ്റുപാടുമൊക്കെ ഗൗരവം. ഖബറിന് പറയാനുള്ളതും ഗൗരവം. ഓരോ ദിവസവും ഖബർ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് പോയി കിടക്കാനുള്ള ഖബർ. എടാ മനുഷ്യ, മറക്കണ്ട, നീ വരാനുള്ളത് എന്റെ വയറ്റിലേക്കാണ്. നീ ഇങ്ങോട്ട് വരും, എന്റെ അടുക്കലേക്ക് നീ വരും. നീ എന്നെ മറക്കണ്ട, നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നർത്ഥത്തിൽ ഖബർ വിളിച്ചു പറയുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതിക്കൊണ്ട് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഈ ഖബർ നമ്മെ ഖബറിലേക്ക് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായി ചോദിക്കുന്നത്, എടാ മനുഷ്യ, നീ എവിടെന്ന് വരിക? എന്താണ് നിന്റെ അവസ്ഥ? എന്നെ സംബന്ധിച്ച് നിനക്കറിയുമോ? ഞാൻ പുഴുക്കളുടെ വീടാണ്, ഏകാന്തതയുടെ വീടാണ്, ഒറ്റപ്പെടലിന്റെ വീടാണ്. നിനക്കിവിടെ ആരുമില്ല, സഹായത്തിന് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ഒന്നങ്ങ് പിടിച്ചു കുലുക്കും. ഗൗരവത്തിൽ ഒരു 10 ചോദ്യം അങ്ങ് ചോദിക്കും. അപ്പോഴേക്ക് തന്നെ ഈ മനുഷ്യൻ പേടിച്ചു പോയി, ആകെ ഗൗരവത്തിൽ അകപ്പെട്ടു പോയി. മുൻകർ നക്കീറൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ അതാ റഹ്മാനും പോയി. ഖബർ ഇങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തൊരു മനുഷ്യരൂപം ഒരാൾ വരുന്നു. വന്നിട്ട് ഈ മയ്യത്തിനോട് പറയും, പേടിക്കണ്ട, മലക്കുകൾ വരാൻ പോകുന്നുണ്ട്. മുൻകർ നക്കീർ വരാനിരിക്കുക, കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ വരും, നീ പേടിക്കണ്ട. അപ്പോൾ ഈ മയ്യത്ത് ചോദിക്കും, ഖബറിലുള്ള മനുഷ്യൻ ചോദിക്കും, നിങ്ങൾ ആരാ? അമലുക സ്വാലിഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആ മുൻകർ നക്കീർ വരുന്നതിന് മുൻപ് നമ്മുടെ സമീപത്ത് വന്നുകൊണ്ട് ഒരാൾ ആശ്വസിപ്പിക്കുകയാണ്, പേടിക്കണ്ട മനുഷ്യ, 2 മലക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ ഈ ഖബർ കുത്തി തുരന്ന് ഇതിന്റെ ഉള്ളിലേക്ക് അവർ പ്രത്യക്ഷപ്പെടും, ഒന്നും പേടിക്കണ്ട എന്ന് പറയുമ്പോ ഈ മയ്യത്ത് സ്വാഭാവികമായും ചോദിക്കും, നിങ്ങൾ ആരാണ്?
അമലുക സ്വാലിഹ്, നീ ചെയ്തു കൂട്ടിയ നിസ്കാരങ്ങളും നിന്റെ നോമ്പും നീ ഖുർആൻ ഓതിയതും നീ ദിക്റ് ചൊല്ലിയതും ഇൽമിന്റെ മജ്ലിസിൽ പോയിരുന്നതും സൽക്കർമ്മങ്ങൾ ചെയ്തതും നിന്റെ നല്ല നല്ല പ്രവർത്തികളാണ്. ഞാൻ എന്നെ ഈ രൂപത്തിലാക്കിയിട്ട് നിനക്ക് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഖബറിലേക്ക് അല്ലാഹു എന്നെ വിട്ടതാണ്. ഖബറിലേക്ക് വരുന്ന മറ്റു ദുരിതങ്ങളെ തടുത്തു നിർത്താൻ വേണ്ടി എന്നെ അല്ലാഹു പറഞ്ഞയച്ചതാണ്. ഞാനുണ്ട് നിനക്ക് കൂട്ടിന്, നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വാലിഹായ അമലുകൾ ഖബറിൽ നമുക്ക് രക്ഷയായി വരും. ഈ ഭീകരാന്തരീക്ഷത്തിൽ നമുക്ക് ഖബറിൽ ഏക രക്ഷ നാം ചെയ്ത സൽക്കർമ്മങ്ങളാണ്. ദുനിയാവിൽ പലതും പലതും ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ സുഖാഡംബരങ്ങളും ഇവിടുത്തെ വേണ്ടാത്തരങ്ങളും ദുനിയാവിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടണം, അത് എത്രമാത്രം സുഖമാക്കണം, സന്തോഷമാക്കണം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് പാരത്രിക ജീവിതത്തെ മറന്നുപോയാൽ മരിക്കുന്നതോടുകൂടി ഓരോന്നും നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ്. അതേസമയം പരമാവധി ഖുർആൻ ഓതൽ വർദ്ധിപ്പിക്കണം. ഫർള് നമസ്കാരം എന്തായാലും വേണം, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. സുന്നത്തായ അമലുകൾ പരമാവധി വർദ്ധിപ്പിക്കണം. നോമ്പുകൾ പരമാവധി നാം അനുഷ്ഠിക്കണം. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഓരോ മാസത്തിനും അയ്യാമിൽ ബീളുകളും നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അമലുകൾ ലഗേജുകൾ വർദ്ധിപ്പിച്ചാൽ പരലോകത്തേക്ക് കൊണ്ടുപോകാനുള്ള ലഗേജുകൾ എത്ര കണ്ട് വർദ്ധിക്കുന്നുവോ. ഗൾഫിൽ പോയ ഒരു പിതാവ് 2, 3, 4 കൊല്ലം ജീവിച്ച് പോകുന്ന സമയത്ത് തന്റെ ഭാര്യ ഗർഭിണിയാണ്, മകനെ കണ്ടിട്ടില്ല, തന്റെ സ്വന്തം കുഞ്ഞിനെ കണ്ടിട്ടില്ല. ഗൾഫിലെത്തി 6 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടു. അങ്ങനെ അതാ മകനെ കാണാനുള്ള മോഹത്തോടു കൂടി ഗൾഫിൽ കഴിയുന്ന വാപ്പ 4-5 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്റെ മകന് എന്തുകൊണ്ടെന്നാലും മതിയാകില്ല. ഭാര്യക്ക് എന്തെല്ലാം കൊണ്ടുവരാൻ മോഹമുണ്ട്, ഭാര്യക്കും മകനും മാത്രം കൊണ്ടുവന്നാ മതിയോ? കണ്ടതെല്ലാം വാങ്ങിക്കൂട്ടി ജോലിക്ക് പോകുമ്പോ എന്തെങ്കിലും റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന വസ്തുക്കൾ കാണുമ്പോൾ നല്ല കൗതുകമുള്ളൊരു സാധനം കണ്ടപ്പോൾ അത് വാങ്ങി. അങ്ങനെ വാങ്ങി നാട്ടിലേക്ക് പോരാനൊരുങ്ങുമ്പോൾ അവന്റെ പെട്ടി കെട്ടുമ്പോൾ ആണ് ഇത് എത്ര കണ്ട് ലഗേജ് കൂടുതലുണ്ട് എന്ന് തോന്നുന്നത്. എയർപോർട്ടിൽ വരുന്ന സമയത്ത് 1 കിലോ ലഗേജ് കൂടുതലുണ്ട്, അനുവദിക്കപ്പെട്ട കിലോയേക്കാൾ കൂടുതലുണ്ടെങ്കിൽ സഹോദര 1 കിലോന് 45 ദിർഹംസോ റിയാലോ കെട്ടേണ്ടി വന്നാലും അവൻ കെട്ടാൻ തയ്യാറാണ്. ഇതെങ്ങനെയെങ്കിലും എന്റെ മക്കളെടുക്കലേക്ക് എത്തണം. ആ ലഗേജ് കെട്ടുന്ന മനുഷ്യനറിയാം ഇതെന്റെ മക്കളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട താമസം ചൈനയുടെ 2 ദിർഹമിന്റെ സാധനമാണ്, 2 റിയാലിന്റെ മുതലാണ്. ഞാൻ എന്റെ കുഞ്ഞിമോന്റെ കയ്യിലേക്ക് കൊടുത്താൽ ഒരൊറ്റ കുത്തുന്നതോടുകൂടി അത് പൊടിഞ്ഞു പോകും. അറിയാമെങ്കിലും ലഗേജ് കെട്ടിക്കൊണ്ടുവരുന്നതിന് നമുക്ക് മടിയില്ല, ഉത്സാഹമാണ്. നശിച്ചു പോകുന്ന സെക്കൻഡുകളെ കൊണ്ട് നശിച്ചു പോകുന്ന ഭൗതിക ലോകത്തെ ലഗേജ് ഡ്യൂട്ടി അടച്ചുകൊണ്ട് എയർപോർട്ടിലെ ലഗേജ് കൊടുത്തുകൊണ്ട് ഭാരം ചുമന്ന് കെട്ടിപ്പേറി കൊണ്ടുവരുന്നതിന് മടിയില്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ വിട്ടേച്ചു കൊണ്ട് പോകേണ്ടി വരില്ലേ? 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ലഗേജ് മുഴുവൻ വന്ന് പൊട്ടിച്ചിട്ട് മക്കൾക്ക് ഓഹരി ചെയ്യാൻ സമയം കിട്ടാതെ ഗൾഫിൽ ഇത്ര കാലം ജീവിച്ച് സമ്പാദിച്ച വീട്ടിൽ കിടന്നുകൊണ്ട് സ്വസ്ഥമായി എന്റെ വീടാണെന്ന് ആനന്ദിച്ച് കണ്ട് അനുഭവിക്കാനുള്ള ഭാഗ്യമില്ലാതെ എല്ലാം വിട്ടുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ലഗേജ് ഇല്ലാതെ പോകേണ്ടി വന്നാൽ ദുന്യാവിലെ ലഗേജ് വർദ്ധിപ്പിച്ചിട്ട് മതിയാകാത്ത നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ളത് ഒറ്റക്കാണ്. കൂട്ടിനാരുമില്ല, സഹായത്തിന് ആളില്ല. പോയി കിടക്കുന്ന ഖബറിന്റെ അകത്തൊരു മെഴുകുതിരി കത്തിച്ചു വെക്കാനുള്ള മാർഗമില്ല, ഒരു ബൾബ് അങ്ങോട്ട് ഇട്ടുകൊടുക്കാനും മാർഗമില്ല. ഇരുട്ടായ റൂമിന്റെ ഉള്ളിലേക്ക് പോയി ഒറ്റക്ക് കിടക്കുമ്പോൾ മുങ്കർ നക്കീർ വരുന്നതിന് മുൻപ് അടുത്ത് വന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട് നിനക്ക് കൂട്ടിന്, ഞാനുണ്ട് നിനക്ക് സമാധാനത്തിന്,
നിനക്ക് ഇരുട്ടത്ത് വെളിച്ചം കാണിച്ചു തരാൻ ഞാനുണ്ട്. മുങ്കർ നക്കീർ അതാ വരാൻ പോകുന്നു, മോനെ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരാള് വരും. അത്ഭുതത്തോടെ ചോദിക്കും, നിങ്ങൾ ആരാണ്? ഞാൻ അമലുക സ്വാലിഹ്, നീ ചെയ്തു കൂട്ടിയ നിസ്കാര, നോമ്പ്, ഖുർആൻ, ദിക്ർ, സ്വലാത്ത്, മജ്ലിസുകളാണ്, നിന്റെ ഇബാദത്തുകളാണ്. ഖബറിലേക്ക് അല്ലാഹു തആല ശിക്ഷിക്കാൻ വേണ്ടി വെക്കുന്ന വസ്തുക്കളുണ്ട്, പിന്നീട് പറയാം. ആ വസ്തുക്കൾ വരുമ്പോ തൊട്ടുപോകരുത്, ഇവനെ തൊട്ടുപോകരുത്. ഖബറിലേക്ക് റബ്ബ് വെക്കുന്ന വസ്തുക്കളോട് ആട്ടി ദൂരത്താക്കാൻ അമലുകൾ എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമോ നാം വർദ്ധിപ്പിക്കണം.